ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുളിഞ്ചിക്കായ കൊണ്ടൊരു അച്ചാറിട്ടാലോ. നമ്മുടെ നാട്ടിൽ ഇതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പുളിഞ്ചിക്കായ എന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പുളിഞ്ചിക്കായ എന്നാണോ പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ എല്ലാ നാട്ടിലും ഈ ഒരു നെയിം തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അല്ലേ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്ന് കമൻറ്റ് ഇടണേ. ഇത് പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായതല്ലേ കേട്ടോ, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. എന്തായാലും കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് അച്ചാറിട്ട് വയ്ക്കാൻ പോവുകയാണ്. പിന്നെ എനിക്ക് അച്ചാറിന് ഒരു സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല കേട്ടോ. എന്താണോ അപ്പോഴും വീട്ടിലുള്ള ഐറ്റംസ് അതെല്ലാം കൂടെ ഇട്ടിട്ട് അച്ചാറിട്ടക്കും. അല്ല ഇതെല്ലാം തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. അപ്പോഴെന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ചേർത്തൊരു അച്ചാറിടും. ഇതും ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനായിരിക്കും. ചിലർ നീളത്തിനരിയും, ചിലർ വട്ടത്തിനരിയും. എങ്ങനെ അരിഞ്ഞാലും നിങ്ങളെ ഇഷ്ടത്തിന് അരിഞ്ഞ് നിങ്ങളെ ഇഷ്ടത്തിന് കറി വയ്ക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുള്ള കരിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കടുക് പൊടിച്ചത്. ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക്, ഉപ്പ്, ഇതൊക്കെയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി ആയാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ട് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനെല്ലാം എടുത്തിട്ടുള്ളത്. പക്ഷേ സംഭവം നല്ലതായിരുന്നു കേട്ടോ. എന്തായാലും അച്ചാർ നന്നായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിലും ഇതുപോലെ ശരിയാവണമെന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നന്നായിട്ട് ശരിയായിട്ടുണ്ട്. എന്തായാലും ഞാനിട്ട് അച്ചാർ എനിക്കിഷ്ടം. കടുവിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുവിടാവുള്ളൂ. ആ എണ്ണ പൊട്ടിയാലാണ് എണ്ണയിൽ കടുക് പൊട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങാട്ടോ. അപ്പോൾ എപ്പോഴും കടുക് ഇടുന്നതിന് മുന്നേ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇടണമേ. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഈ അച്ചാർ ഇടുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഓൾറെഡി 2-3 ഐറ്റം അച്ചാർ ഫ്രിഡ്ജിനകത്ത് ഉണ്ട്. മാങ്ങ തന്നെ 2 ഐറ്റം ഉണ്ട്. പിന്നെ മാങ്ങ ഉണക്കി വെച്ചിട്ടുള്ളത് അതും അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ മാങ്ങ ഉള്ളതുകൊണ്ട് എപ്പോഴും മാങ്ങ കിട്ടിയാലും മാങ്ങ ഫുൾ മാങ്ങയായിട്ട് അച്ചാറിട്ടും വയ്ക്കാറുണ്ട്. അച്ചാറല്ല, ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. എപ്പോഴും ഒരു വലിയൊരു ടിന്ന് നിറച്ചും ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. അത് പിറ്റേ കൊല്ലം വരെ, അടുത്ത മാങ്ങ സീസൺ വരെ അതുണ്ടാവും. അതുപോലെ മാങ്ങയും ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സമയത്തൊക്കെ എടുത്ത് അച്ചാറിടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. പിന്നെ 2-3 മാവ് വീട്ടിന് മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാങ്ങ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളും ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് മാങ്ങ കുറവാണ് കേട്ടോ. അപ്പം എന്തായാലും പുളിഞ്ചിക്ക് അച്ചാർ റെഡിയായി കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് എത്തിയിട്ട് കായ്പൊടി നന്നായിട്ട് തൂവി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്ക് പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടി കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം വൈകിട്ട് ഞാൻ നോക്കുന്നതാണ് കേട്ടോ. വൈകിട്ട് എണ്ണയൊക്കെ നല്ല ഊറിയിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. കൊള്ളാം. ഇങ്ങനെ നിങ്ങൾ ഇടണമെന്ന് ഞാൻ പറയില്ല, ഇങ്ങനെയും ഇടാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാമേ.